പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ 9-ാമത്തെയും അവസാനത്തെയുമായ അധ്യായം പൂമാതൈ പൊന്നമ്മ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. അധ്യായം 9 പൂമാതൈ പൊന്നമ്മ. നിറപറയും നിലവിളക്കും വെച്ച് അരിയെറിഞ്ഞു ദീപം വണങ്ങി പൂമാതൈ പൊന്നമ്മയുടെ കഥ പാടിയാലോ? പൂവിന് മണമുണ്ടാവും, ഏക്കം കൊരയും വീക്കവും മാറും. മാരനില്ല മങ്കയ്ക്ക് മാരനുണ്ടാവും, സന്തതിയേറ്റ തറവാട്ടിൽ സന്തതിയുണ്ടാവും. പൂമാതൈ പൊന്നമ്മയുടെ പാട്ടു കേട്ടാലോ? കേൾവിക്കാരുടെ കണ്ണ് നിറഞ്ഞൊഴുകും. കണ്ണുനീരൊഴുകി മാറത്തു വീണാലത് ചോരത്തുള്ളികളാവും. കരിങ്കൽപ്പാറ പോലും അലിഞ്ഞു പോകും. ഒരു സാധാരണ പുലവത്തിപ്പെണ്ണായിരുന്നു പൂമാത. അവൾ ദൈവമായി, കടലിൻകരനാട്ടിൻ്റെ പൊന്നമ്മയായി. പൂമാത എന്ന പുലവത്തിപ്പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്തത് പുലവക്കുടിക്കാരു തന്നെ. ചെയ്യിച്ചതോ കടലുംകര നാടുവാണ നാടുവാഴി. പൊൻപുഴയ്ക്കക്കരെ കടലുംകരനാട്. മകരം പിറന്ന് മാവായ മാവെല്ലാം പൂത്ത കാലം. പൂക്കൈത പൂത്ത് മണം പരക്കുന്നു. മരക്കൊമ്പത്ത് ഇണപ്രാവുകൾ കളി പറഞ്ഞിരിക്കുന്നു. പുള്ളിച്ചിപ്പിടക്കോഴിയോടെ പൂവാലം കോഴി ലോഹ്യം കൂടുന്നു. അരിത്തുമ്പക്കണ്ടത്തിൽ ചേരകൾ 2 ഇണചേർന്നും ആടിയും നിൽക്കുന്നു. പഞ്ചാരത്തേനത്തെ ചക്കിയോടെ ചങ്കരൻ തഞ്ചത്തിൽ കൊഞ്ചിക്കുഴയുന്നു. നേരമൊട്ടന്തി മോന്തി രാച്ചെന്ന നേരത്ത് കടലുംകര നാടുവാഴി അമൃതത്തിനിരുന്നു. പൂവനില വെച്ച് കുട്ടിത്തേയി കെട്ടിലമ്മ തുമ്പപ്പൂ പോലുള്ള ചോറും പൊൻപോലെ 4 കറികളും തൊട്ടുകൂട്ടാൻ ഇഞ്ചിക്കറിയും കടുമാങ്ങയും കടിച്ചുകൂട്ടാൻ വറുത്തുപ്പേരിയും വിളമ്പുന്നു. അത്താഴമുണ്ട്. കയ്യും വായും സുഖം വരുത്തി കെട്ടിലമ്മ ചുരുട്ടിക്കൊടുത്ത വെറ്റില വാങ്ങി മുറുക്കിക്കൊണ്ട് നാടുവാഴി മട്ടുപ്പാവിൽ ഉലാത്തുന്നു. പുഞ്ചപ്പാടത്തിനോരത്താണ് പുലവരുടെ മാടങ്ങൾ. തൊട്ടുതൊട്ട് 21ഓളം മാടങ്ങൾ. പുഞ്ചക്കണ്ടങ്ങൾ ഉഴുതുമറിച്ചും വിത്തെറിഞ്ഞും ഞാറു പറിച്ചു നട്ടും കളപറിച്ചും കൊയ്തും മെതിച്ചും പുലുവക്കുടികൾ പുലർന്നു പോന്നു. പുലവത്തിപ്പെണ്ണായ പൂമാതയോ മാടത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടി. അവളുടെ അമ്മയും അപ്പനും മരിച്ചു പോയിരുന്നു. അന്ന് ഉരിയോളം അരി കൊണ്ട് കഞ്ഞി വെച്ച് കണ്ണിപ്പരലും പുഴയ്ക്കല ഞെണ്ടും കൊണ്ട് കറി വെച്ച് പൂമാത അത്താഴം കഴിച്ചു. കാക്കവിളക്ക് കൊളുത്തിവെച്ച് മുണ്ടോലപ്പായ വിരിച്ച് അവൾ പൂതത്താൻ പാട്ടും നാഗത്താൻ പാട്ടും പാടി. ചോലപ്പനങ്കിളി കൂവും പോലെ മനോഹരമായിരുന്നു അവളുടെ പാട്ട്. പാട്ടിൻ്റെ ഓളങ്ങൾ നാട്ടിൽ ഒഴുകി നടന്നു. പാട്ട് നാടുവാഴിയുടെ മണിമാളികയുടെ മട്ടുപ്പാവോളം ഒഴുകിച്ചെന്നു. ചോലപ്പനങ്കിളി കൂവും പോലെ മനം മയക്കുന്ന പാട്ടുകേട്ട് നാടുവാഴി കാര്യക്കാരനെ വിളിച്ചു. ആരാണ് ചിണ്ട പാട്ടുപാടുന്നത്? എവിടെന്നാണോ പാട്ടു കേൾക്കുന്നത്? പുഞ്ചപ്പാടത്തെ പുലവക്കുടിയിൽ നിന്നാണ് തിരുമേനി. പുലവത്തിപ്പെണ്ണ് പൂമാത പൂതത്താൻ പാട്ടു പാടുകയാണേ. എന്തു നല്ല ശബ്ദം! പുഞ്ചപ്പാടം വിളഞ്ഞു കിടക്കുകയല്ലേ ചിണ്ട? കൊയ്ത്ത് തുടങ്ങണ്ടേ? പാട്ടുപാടുന്ന ഈ പുലവപ്പെണ്ണും കൊയ്ത്തിനിറങ്ങില്ലേ? അവളും കൊയ്യാനുണ്ടാവും തിരുമേനി. എടോ, നീ നാളെ പുലർച്ചെ പുലവക്കുടികളിൽ ചെല്ലണം. ഏലന്തല പുലുവനോട് മറ്റന്നാൾ കൊയ്ത്തിനിറങ്ങാൻ പറയണം. പുഞ്ചപ്പാടം വിളഞ്ഞു കിടക്കുന്നു. കൊയ്തും കറ്റകെട്ടിയും നിൽക്കുന്നേരത്ത് പൂമാതയെക്കൊണ്ട് കൊയ്ത്തുപാട്ട് പാടിക്കണം. കാര്യക്കാരൻ പുഞ്ചനടക്കൽ ചെന്നു. നാളെ കാലത്ത് പുഞ്ചക്കൊയ്ത്ത് തുടങ്ങണമെന്ന് അറിയിച്ചു. കൊയ്യുമ്പോഴും കറ്റ കെട്ടുമ്പോഴും പൂമാതയെക്കൊണ്ട് കൊയ്ത്തുപാട്ട് പാടിക്കണം. കൊയ്ത്തു കാണാനും പൂമാതയുടെ കൊയ്ത്തുപാട്ട് കേൾക്കാനും തമ്പുരാൻ പുഞ്ചവരമ്പത്ത് എഴുന്നള്ളി നിൽപ്പുണ്ടാവും. പിറ്റേന്ന് പുല്ല പുലർന്ന നേരം പുലവപ്പെണ്ണുങ്ങൾ ആറ്റിലിറങ്ങി കുളിച്ചു കയറി. പൂമാത വളഞ്ഞു കൊടികെട്ടിയ പൂമുടി ചിക്കി വിടർത്തി തെറുത്തു കെട്ടിവെച്ചു. പൊഞ്ചേന തണ്ടത്ത കൈക്ക് വെള്ളിവളയിട്ടു. മാറത്ത് പൂത്താലി കല്ലുമാല ചാർത്തി. നിറമുള്ള മുണ്ടുടുത്തു. കറ്റക്കൊട്ടയും കറ്റക്കയറും ഒക്കെ തരിവാളുമായി മറ്റു പുലവപ്പെണ്ണുങ്ങളോടൊപ്പം പുഞ്ചക്കൊയ്ത്തിനിറങ്ങി. ഏലന്തല പുലവൻ കതിരി പറിച്ച കണി വെച്ചു. പുലവന്മാരും പുലവത്തി പെണ്ണുങ്ങളും കതിരി തോട്ടാചാരം ചെയ്ത് കൊയ്ത്തു തുടങ്ങി. പൂമാത കൊയ്ത്തുപാട്ടു പാടി. നീട്ടിക്കുറുക്കിയും ചേലൊപ്പിച്ചും പാടുന്ന അവളുടെ പാട്ടു കേട്ടാൽ പുഞ്ചക്കതിരിനും പൂക്കൈതയ്ക്കും പറക്കും പറവയ്ക്കും കേൾക്കുന്നവർക്കൊക്കെയും കൊതി തോന്നിപ്പോകും. പുഞ്ചക്കൊയ്ത്ത് കാണാനും പുലവപ്പെണ്ണിൻ്റെ കൊയ്ത്തുപാട്ട് കേൾക്കാനും നാടുവാഴി തമ്പുരാൻ വരമ്പത്ത് എഴുന്നള്ളി നിന്നു. പാട്ടുമാത്രമല്ല, പൂമാതയുടെ മേനിയഴകും തമ്പുരാനെ മോഹിപ്പിച്ചു. അന്തിമോന്തിരാച്ചെന്ന നേരത്ത് നാടുവാഴി ചിണ്ടനെ അടുത്തു വിളിച്ചു. എടോ, കൈതോലക്കണ്ടത്തിൽ കൊയ്ത്തുപാട്ട് പാടുന്ന പുലവത്തിപ്പെണ്ണിനെ മറക്കാനാവുന്നില്ലല്ലോ. കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ. നേരമേതും കളയാതെ നീ പുഞ്ച നടക്കിൽ പുലുവത്തിപ്പെണ്ണിൻ്റെ മാടത്തിൽ ചെന്ന് വാതിൽ മുട്ടി വിളിക്കണം. എന്നിട്ട്
കാൽനട എഴുന്നള്ളി വന്നോണ്ടാല് മാടം മണിത്തഴു ദൂരുമോ എന്നും തെളിഞ്ഞൊന്നുരിയാടുമോ തക്കരിക്കുമോ എന്നും വെളുക്ക ചിരിച്ചൊപ്പരം പോരുമോ എന്നും തേനായി നിറഞ്ഞൊപ്പരം കൂടുമോ എന്നും കൊതിയൻ്റെ മാമാദം മാറ്റുമോ എന്നും ചോദിക്കണം അവളോട്. അന്നേരം തന്നെ കാര്യക്കാരൻ പുഞ്ചനടക്കിലെ പൂമാതയുടെ മാടത്തിൽ ചെന്നു വാതിലിൽ മുട്ടി വിളിച്ചു. പൂമാത ഞെട്ടി ഉണർന്നു. കുരുനട്ട പാതിരയ്ക്ക് ആണും തുണയില്ലാത്ത മാടത്തിൽ ആരാണോ വാതിലിൽ മുട്ടി വിളിക്കണത്? ഞാനാണ് പൂമാതെ, നാടുവഴി തമ്പുരാൻ്റെ കാര്യക്കാരൻ കടലും കരച്ചിണ്ടൻ. ഈ നേരമില്ലാത്ത നേരത്ത് എൻ്റെ തമ്പ്ര അടിയൻ്റെ മാടത്തിൽ വന്നത്? നാടുവഴി തമ്പുരാൻ കൽപ്പിച്ചയച്ചതാണല്ലോ പെണ്ണെ. കൈതക്കണ്ടത്തിൽ നിന്നെ കണ്ട് നിന്റെ തൊരമ്പാട്ട് കേട്ട് തമ്പുരാന് ഉറക്കമില്ലാതായല്ലോ പെണ്ണെ. തമ്പുരാൻ രാത്രി നേരം കാൽനട എഴുന്നള്ളി വന്നോണ്ടാല് നീ പെണ്ണെ മാടം മണിത്തഴു ദൂരോ, തെളിഞ്ഞൊന്നു ഉരിയാടോ, തക്കരിക്കോ, വെളുക്കെ ചിരിച്ചൊപ്പരം ചേരോ, തേനായി നിറഞ്ഞൊപ്പരം കൂടോ, കൊതിയൻ്റെ മാമാദം മാറ്റോ എന്ന് ചോദിക്കാൻ എന്നെ കൽപ്പിച്ചയച്ചതാണ്. നാടുവഴി തമ്പ്രാനോട് ചെന്ന് പറഞ്ഞോളി, ആണും തുണയില്ലാത്ത ഏനിൻ്റെ മാടത്തിൽ കാൽനട എഴുന്നള്ളി പോരേണ്ട. പുലുവ പെണ്ണോട് കൊതി വന്നാൽ പുലുവക്കുടിക്കാരറിഞ്ഞാലും കോലോത്തറിഞ്ഞാലും കുറ്റുണ്ട്. അതൊന്നും കാര്യാക്കണ്ട പൂമാതെ. വലിയോരുടെ ഇഷ്ടത്തിനൊത്ത് ആടിത്തെളിഞ്ഞ പെണ്ണെ പൊന്നും പൂവ് വിരിയുമ്പോൾ അടർത്തി കളയല്ലേ. കതിരോനാണേ മലദൈവത്താണേ അതിന് കൊതിക്കണ്ടെന്ന് പറഞ്ഞേക്കും തമ്പ്രാനോട്. വിളഞ്ഞു കിടക്കുന്ന ഈ പുഞ്ചയാണ് സത്യം, ഏനതിനൊരുക്കല്ല തമ്പ്ര. കാര്യക്കാരൻ കോലത്ത് ചെന്ന് പൂമാത പറഞ്ഞ വണ്ണം തമ്പുരാനെ അറിയിച്ചു. നാം നേരിട്ട് കണ്ട് ചോദിച്ചാ പെണ്ണിൻ്റെ മനം തെളിയുമോ കാര്യക്കാരാ? അടിയൻ അറിഞ്ഞൂടാ തിരുമേനി. നാളുകൾ കഴിഞ്ഞു പോകെ ഒരു നട്ടുച്ചയ്ക്ക് കൈതക്കാട്ടിൽ പൂമാത കൈതോല മുറിച്ച് കെട്ടാക്കി നിൽക്കുന്നേരത്തെ ഇഴയും മുറുമ്പും അറിയാതെ നാടുവാഴി തമ്പുരാൻ കൈതക്കാട്ടിൽ ചെന്നു. പൂമാതയെ കണ്ണിറയെ കണ്ടു. പൂമാതയ്ക്കോ അടിക്കും മുടിക്കും വിറ വന്നു. മാറത്തൊരാന്താളത്തി പാഞ്ഞു. ഓലക്കെട്ട് കയ്യിൽ നിന്ന് താഴെ വീണു. ഇരയെ കണ്ട പുള്ളിപ്പുലി കണക്ക് തമ്പുരാൻ അവളെ നോക്കി നിന്നു. ഉലകിനുടയോനായ ദൈവത്തിനെ പൂമാത ഉള്ളാലെ വിളിച്ചു. എൻ്റെ പൂമാതേ, ഈ തീവെയിലത്ത് എന്തിനാണ് നീ ഓല മുറിക്കുന്നത്? നിന്നെ ചുടുവെയിലത്ത് കാണുന്നേരം നമ്മുടെ നെഞ്ചു കത്തുന്നല്ലോ. ഈ തണലത്ത് വന്നിരിക്കു പെണ്ണേ. കൈതോല മുറിപ്പതും വട്ടിയും മുറവും കുട്ടയും പായും മെടയുന്നതും എങ്ങടെ ത്വരമല്ലേ തമ്പ്ര? തീവയിലും മഞ്ഞും മഴയും തഴക്കമല്ലേ തമ്പ്ര? നിന്നോടൊരു പട്ടാങ്ങം ചോദിച്ചാൽ അനുകൂലം പറയാമോ പെണ്ണേ? പട്ടാങ്ങം കേൾക്കാതെ അനുകൂലം ചൊല്ലിക്കൂടല്ലോ തമ്പ്ര. എൻ്റെ ഒപ്പരം പോരാൻ മനമുണ്ടോ പെണ്ണേ? പുലവ പെണ്ണിനോട് കൊതി വന്നാൽ കുറ്റം പലതുണ്ടേ തമ്പ്ര. പുലവക്കുടിക്കാരറിഞ്ഞാൽ മാനക്കേടാവും. കോലോത്തറിഞ്ഞാലോ കുറ്റമുണ്ടല്ലോ തമ്പ്ര. മാനക്കേടായാലും കൊണക്കേടായാലും നാം പുറത്തു കൊള്ളാം പെണ്ണേ. എത്താത്ത പൂവോട് മനം വന്നാൽ ചൂടി തെളിയാവോ തമ്പ്ര? എത്താത്ത പൂവല്ലല്ലോ, കൈയെത്തിച്ചാൽ ഇറുത്തെടുക്കാലോ, മണപ്പിക്കാലോ. അന്ന് കൈത്തക്കണ്ടത്തിൽ നിന്നെ കണ്ടിട്ട് മനം വയക്കുന്ന പാട്ട് കേട്ടിട്ട് കണ്ണിലുറക്കില്ലല്ലോ. കുട്ടിത്തേയി അക്കമ്മ തമ്പ്രാട്ടിയോട് ഏതമൊത്ത് കൂടാലോ തമ്പ്ര? ഏതമൊത്താലും പെണ്ണേ കൂറക്കണ്ടേ. പായാരം പറയാതെ നമ്മോട് കൂറ് കാണിക്കു പെണ്ണേ. കൂറുള്ള പുലവൻ വരും കാലത്ത് ഏൻ കൂറ് കാട്ടിക്കൊള്ളാം തമ്പ്ര. നിന്റെ വളഞ്ഞും കൊടി കെട്ടിയ പൂമുടിക്ക് മുടിപ്പൊന്ന് ചൂടിക്കാം. പൊഞ്ചേനത്തണ്ടത്തെ കൈക്ക് പൊൻവള ഇട്ട് തരാം. 7.5 പുതുക്കണ്ടം പുഞ്ചക്കണ്ടം നിന്റെ പേർക്ക് എഴുതിത്തരാം. 7.5 പൊന്നിൻ്റെ പതക്കവും ഇളക്കത്താലിയും കെട്ടിത്തരാം. പഴയ നെല്ല് 1000 നാഴി അളന്നെടുപ്പിച്ച് കുത്തിച്ചേറി മാടത്തിലെത്തിക്കാം. അനുകൂലം ചൊല്ലെൻ്റെ പൂമാതെ. നിന്റെ മനമെന്തേ പാറക്കല്ലോ? കുന്നോളം പൊൻപണം തന്നാലും മയങ്ങൂല തമ്പ്ര. എന്തു തന്നാ മയങ്ങുന്നീ പെണ്ണേ? ഒന്നിലും മയങ്ങൂല തമ്പ്ര. തൻ്റെച്ച പോയിനെ തമ്പ്ര. കൊന്നാലും വേണ്ടില്ല, തിന്നാലും വേണ്ടില്ല. ഏനിൻ്റെ മെയ് തുടറ്. നാടുവാഴി കണ്ണുരുട്ടി മിഴിച്ചു. അണപ്പല്ലിറുമി. പകരം തരുന്നുണ്ട് പെണ്ണേ. നിന്നെ കൊല്ലാതെ കൊല്ലുന്ന. കൊല്ലുമ്പം കണ്ടോളാം. തീയിലുരുക്കും നിന്നെ. മഞ്ഞത്ത് പറന്നോളാം. നീ എന്തറിയുന്നു പൂമാതേ? അറിഞ്ഞോളാം തമ്പ്ര. വക്കാണം വേണ്ട പെണ്ണേ. തന്ത്രങ്ങളി വേണ്ട തമ്പ്ര. തമ്പുരാൻ ചവിട്ടി കുതിച്ച് കോലോത്തേക്ക് മടങ്ങിപ്പോയി. പൂമാതയോ കെട്ടിവെച്ച കൈതോലക്കെട്ടെടുക്കാതെ കൈതോലക്കാട്ടിൽ നിന്ന് കയറിപ്പോന്നു. മാടത്തിൽ വന്ന് മുണ്ടോലപ്പായ നിവർത്തിയിട്ട് കമിഴ്ന്നു കിടന്നു കരഞ്ഞു.
കാര്യക്കാരൻ പറഞ്ഞിട്ടോ എന്തോ പുലവക്കുടിക്കാര് അവളെ കൊയ്യാനോ കറ്റമെതിക്കാനോ കൂട്ടിയില്ല. ജന്മപ്പദവും കൊടുത്തില്ല. കുട്ടയും മുറവും മെടഞ്ഞും പായ നെയ്തും താളും തവരയും തോട്ടിലെ കണ്ണിപ്പരലും ഞെണ്ടും തിന്നും പച്ചവെള്ളം കുടിച്ചും പൂമാത നാളുകൾ തള്ളി നീക്കി. ആരോടും അല്ലലു പറയാറില്ല. മകരം വന്നു. തീ കത്തുന്ന വേനൽക്കാലം വന്നു. വേനൽ പോയി മഴക്കാലം വന്നു. മഴ പോയി മഞ്ഞും വെയിലും വന്നു. കൈതോലത്തോടും അത്താണിത്തോടും പറ്റി. നീരറ്റ് പുഞ്ചപ്പാടം കരിഞ്ഞുണങ്ങി. കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതായി. തിന്നാൻ പച്ചപ്പുല്ലില്ലാതെ പൈക്കൾക്ക് പാല് കുറഞ്ഞു. ചെന്തങ്ങൾ നീര് വാടി വീണു. വെയിലിന് ചൂടേറി വന്നു. നാട്ടാരെ എരിപൊരി കൊള്ളുന്ന ആ കാലത്ത് കിഴക്കൻ മലയിറങ്ങി വന്ന കാലിക്കാർ കാലികളെ തെളിച്ച് താണവയലിലെ പുല്ലും ആറ്റിലെ ഓരുപരങ്ങിയ ചെളിയും നോക്കി കരുമലക്കുന്ന് വലത്തുവെച്ച് കടലും കരനാട്ടിലെത്തി. പുഞ്ചപ്പാടത്തെ നെൽക്കുറ്റികളിൽ നാമ്പു നീട്ടിയ പച്ച കണ്ടു. വരമ്പുകളിൽ പൊടിച്ച പച്ചപ്പ് കണ്ടു. ആറ്റിലെ ഓരുപരങ്ങിയ ചെളി കണ്ടു. പുലുവമാടങ്ങൾക്ക് മുമ്പിലെ പുഞ്ചക്കണ്ടത്തിൽ അവർ കുറ്റിയടിച്ച് കാലികളെ തളച്ചു. പുലുവ പെണ്ണുങ്ങൾ അവർക്ക് കുട്ടയും മുറവും കൈതോലപ്പായും വിറ്റു. പകരം കാലിക്കാർ അവർക്ക് പാലും തൈരും നൽകി. പുലുവക്കുടിക്കാരും കാലിക്കാരും കളിതമാശ പറഞ്ഞ് കൂടിക്കഴിഞ്ഞു. മറ്റുള്ള പുലുവ പെണ്ണുങ്ങളോടെന്ന പോലെ പൂമാതയോടും അവർ കളി പറഞ്ഞു. പുഞ്ചക്കണ്ടങ്ങളിലെ നെൽക്കുറ്റികളിൽ മുളച്ചു വന്ന നാമ്പുകളും വരമ്പത്തെ പച്ചപ്പും തീർന്നു. ആറ്റിലെ ഓരു പെരങ്ങിയ ചെളിയും വറ്റി. കിഴക്കൻ മലയിറങ്ങി വന്നവർ കാലികളെ തെളിച്ച് പുഴ കടന്ന് വന്ന വഴിയെ പോയി. പുഞ്ചനടക്കൽ താവളമടിച്ച കാലിക്കാർ പുഴ കടന്നു മടങ്ങിപ്പോയെന്ന് കേൾക്കെ നാടുവാഴി കാര്യക്കാരനെ വിളിച്ചു. എടോ ചിണ്ട, കിഴക്കമ്മല ഇറങ്ങി വന്ന കാലിക്കാര് പുഞ്ചനടക്കൽ താവളമടിച്ചു കൂടിയെന്നും പൂമാതയോട് കളിതമാശ പറയാറുണ്ടെന്നും അവളുടെ മാടത്തിൽ കാലിക്കാരിൽ ആരോ അന്തിയുറങ്ങാറുണ്ടെന്നും പലരും പറഞ്ഞ് നാമും കേട്ടിരിക്കുന്നു. നീ പുഞ്ചനടക്കൽ പോയി നിജസ്ഥിതി അറിഞ്ഞു വരണം. കാര്യക്കാരൻ പുഞ്ചനടക്കൽ പോയി. പുലവക്കുടികളിൽ കയറി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കിഴക്കൻ മലയിറങ്ങി വന്ന കാലിക്കാർക്ക് വട്ടിയും മുറവും കൊട്ടയും കൈതോലപ്പായും വിൽക്കാറുണ്ടെന്നും പകരം പാലും തൈരും വാങ്ങാറുണ്ടെന്നും കാലിക്കാരുമായി കളിതമാശ പറയാറുണ്ടെന്നും എന്നാലോ കാലിക്കാർ പുലുവമാടങ്ങളിൽ കാലുകുത്താറില്ലെന്നും പുലുവക്കുടിക്കാർ സത്യം ചെയ്തു പറഞ്ഞു. പുലുവക്കുടികളിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ കാര്യക്കാരൻ ചിണ്ടൻ തമ്പുരാനോട് ഉണർത്തിച്ചു. കൈതക്കുടി ആയിത്തിര പുലവത്തിയോട് കോലോത്തോളം വന്ന് നമ്മെ മുഖം കാണിക്കാൻ പറ. ആരുമാരും അറിയാതെ വേണം അവൾ കോലോത്തേക്ക് വരാൻ. കാര്യക്കാരൻ ഒരിക്കൽ കൂടി പുഞ്ചനടക്കൽ പോയി ആയിത്തിരയെ കണ്ടു. കോലോത്ത് വന്ന് തമ്പുരാനെ മുഖം കാണിക്കണം. ആരോരും അറിയരുത്. തമ്പുരാൻ്റെ കൽപ്പനയാണ്. ഒരുത്തരുടെയും കണ്ണിൽപ്പെടാതെ ആയിത്തിര കോലോത്ത് വന്ന് തമ്പുരാനെ മുഖം കാണിച്ചു. ഒത്തൊരു പൂളം പറഞ്ഞ ആയിത്തിരെ, നിനക്ക് വയറ് നിറയെ ചോറ് തരാം, മധുരക്കറിയും തരാം. പൂളം പറയുക എന്ന് പറഞ്ഞാൽ കളവ് പറയുക. മധുരക്കറി എന്ന് പറഞ്ഞാൽ മധുരക്കറി, അതായത് പായസം. എന്തൊരു പൂളമാണോ തമ്പ്രാനെ ഏം പറയേണ്ടത്? ആരോടാണോ പറയേണ്ടത്? കിഴക്കമ്മല ഇറങ്ങി വന്ന കാലിക്കാര് പൂമാതയോട് കളിതമാശ പറയാറുണ്ടെന്നും കൂട്ടത്തിലൊരുത്തൻ അവളുടെ മാടത്തിൽ അന്തിയുറങ്ങാറുണ്ടെന്നും പെണ്ണിന് മാച്ചിത്തം പറ്റിയിട്ടുണ്ടെന്നും നീ കണ്ണാലെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞുണ്ടാക്കണം. മാച്ചിത്തം എന്ന് പറഞ്ഞാൽ വ്യഭിചാരക്കുറ്റം. ഇല്ലാത്ത മാച്ചിത്തം പറഞ്ഞോണ്ടാല് ദൈവം പൊറുക്കൂല തമ്പ്ര. തിരുമേനി ഇളമേനിയായി വാണകാലത്ത് നേരുവിട്ടും നെരുഞ്ഞായം വിട്ടും എൻ്റെ ഒപ്പരം കൂടിയിട്ടില്ലേ? ഏന അപരാധം ചെയ്തിക്കില്ലേ? പൂമാത മാച്ചിത്തം കാട്ടിയെന്നും ഏനത് കണ്ടാലെ കണ്ടു എന്നും ഏന എങ്ങനെ കുറ്റം പറഞ്ഞുണ്ടാക്കും? തമ്പ്ര ഓളെ ഒറ്റയ്ക്ക് കണ്ടോ? ഒപ്പരം കിടക്കാൻ വിളിച്ചോ? ആർക്കും വഴങ്ങാത്ത പെണ്ണാണോള് തമ്പ്ര. അതൊക്കെ ഇരിക്കട്ടെ പെണ്ണെ എന്ന് പറഞ്ഞ് തമ്പുരാൻ തോളിൽ കിടക്കുന്ന നേരിയത് അവൾക്ക് കൊടുത്തു. നാം പറയുന്ന വണ്ണം പൂളം പറഞ്ഞാൽ നിനക്ക് കഴുത്തിലിടാൻ 7.5 പൊന്നിൻ്റെ മാല തരുന്നുണ്ട്. പൊന്നെന്ന് കേൾക്കെ പുലവത്തി പെണ്ണ് മലക്കം മറിഞ്ഞു. ഒത്തൊരു പൂളം പറഞ്ഞോളം തമ്പ്ര. 21 കുടിക്കാരോടും ഏലം തല പുലുവനോടും ആയിത്തിര രഹസ്യം പറഞ്ഞു. കിഴക്കമ്മലേന്ന് വന്ന കാലിക്കാരൻ പൂമാതയുടെ ഒപ്പരം ഓളുടെ മാടത്തിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ഓളുടെ മാച്ചിത്തം പറ്റിയിട്ടുണ്ട്. ഓള് മാനം മര്യാദ തെറ്റിച്ചിട്ടുണ്ട്. കാലിക്കാരൻ ഓളുടെ മാടത്തിൽ അന്തി ഉറങ്ങണത് ഞാൻ കണ്ണാലെ കണ്ടിട്ടുണ്ട്. തീപ്പറ്റി പഞ്ഞു പറക്കും പോലെ പൂമാതയുടെ അപരാധകഥ നാട്ടിലാകെ പരന്നു. പൂമാതയ്ക്ക് മാച്ചിത്തം പറ്റിയല്ലോ എന്ന് പുലവക്കുടിക്കാർ വേവലാതിപ്പെട്ടു. പുലവ പെണ്ണിന് അപരാധദോഷം പറ്റിയാൽ പരിഹാരം എന്ത്? തലപ്പുലവനായ ഏലൻ മേലും കീഴും നോക്കി. നാടുവാഴി തമ്പുരാനോട് ചോദിക്കാം. തമ്പുരാൻ കൽപ്പിക്കുന്നത് എന്തായാലും അതുപോലെ ചെയ്യാമെന്ന് പുലവക്കുടിക്കാർ നിശ്ചയിച്ചു. ഏലപ്പുലവനും മറ്റു പുലവന്മാരും കോലോത്ത് ചെന്ന് തമ്പുരാനെ മുഖം കാണിച്ചു.
കിഴക്കമ്മല ഇറങ്ങി വന്ന കാലിക്കാരൻ പൂമാത പെണ്ണിൻ്റെ മാടത്തിൽ ഓളോട് കൂടി കഴിഞ്ഞു തമ്പ്ര. ഓൾക്ക് മാച്ചിത്തം പറ്റിയല്ലോ തമ്പ്ര. ഞാളെന്താണ് ചെയ്യേണ്ടത്? കൽപ്പിച്ചാലും തമ്പ്ര. കണ്ണാലെ കണ്ടോരുണ്ടോ പുലവന്മാരെ? ഉവ്വ് തമ്പ്ര, പുലവത്തി ആയിത്തിര കണ്ണാലെ കണ്ടതാണേ. മാടത്തിന് മാച്ചിത്തം വന്നതിനാലെ മാടത്തിന് തീ വയ്ക്കണം. പുലവത്തി പെണ്ണിന് മാച്ചിത്തം പറ്റി. അതിനാലെ പെണ്ണിനെ ഒറ്റച്ചെറുമുണ്ടുടുപ്പിച്ച് ചാണകക്കലവും കുറ്റിച്ചൂലും പെണ്ണിൻ്റെ ഇരു കൈയും കൂട്ടിപ്പിടിപ്പിക്കണം. കഴുത്തിൽ കമ്പയത്തോല് തൂക്കണം. കമ്പയത്തോല് എന്ന് പറഞ്ഞാൽ അപരാധം രേഖപ്പെടുത്തിയ തോല്. ഓളെ കഴുതപ്പുറത്തിരുത്തി ഓളുടെ മാച്ചിത്തത്തിൻ്റെ കഥ തുടിയും തപ്പും കൊട്ടി നാട്ടാരെ കേൾപ്പിക്കണം. ശേഷം ഓളെ മാടപ്പറമ്പിലെ മാവോട് ചേർത്ത് നിർത്തി ചങ്ങല കൊണ്ട് പൂട്ടണം. മുക്കണ്ണൻ പന്തം കത്തിച്ച് ഓളുടെ തലയും മുലയും കരിക്കണം. വെള്ളിയാഴ്ച നേരം പുലരുന്നേരത്ത് പരിഹാര കർമ്മങ്ങൾ തുടങ്ങിക്കൊള്ളിൻ. പൂമാത പെണ്ണിൻ്റെ അപരാധ ദോഷം മാറിപ്പോകട്ടെ. അന്നേ ദിവസം ആദിത്യൻ തലയ്ക്ക് മുകളിൽ എത്തുന്നേരം നാമും മാടപ്പറമ്പിൽ എഴുന്നള്ളുന്നതാണ്. അരുളി ചെയ്ത കർമ്മങ്ങൾ ഞാള് ചെയ്തോളാം തമ്പ്ര എന്നേറ്റു പറഞ്ഞ് പുലവക്കുടിക്കാർ മടങ്ങിപ്പോന്നു. പുലവക്കുടിക്കാർ പൂമാതയുടെ മാടത്തിനിറയത്ത് കമ്പയത്തോല് തൂക്കി. ചാണകക്കലവും കുറ്റിച്ചൂലും മാടത്തിൻ്റെ മുറ്റത്ത് വെച്ചു. ചാണകക്കലത്തിനെ വലത്തുവെച്ച് പുലവ പെണ്ണുങ്ങൾ പൂമാതയുടെ അപരാധദോഷത്തിൻ്റെ കഥ പാട്ടുണ്ടാക്കി പാടി. പുലവന്മാർ തുടിയും തപ്പും കൊട്ടി. പൂമാത നെഞ്ചത്തടിച്ചു കരഞ്ഞു. ഏനൊരു കമ്പയ ചെയ്തിട്ടില്ലേ? മാടത്താണേ, പുഞ്ചക്കണ്ടത്താണേ, മലയിലെ മലങ്കാരി ദൈവത്താണേ ഏനൊരു മാച്ചിത്തം കാണിച്ചിട്ടില്ലേ? കൊല്ലാൻ കൊതിയുണ്ട്, കൊന്നോളിൻ. എന്നാലും അപരാധദോഷം ചൊല്ലരുതേ. പുലവനൊരുത്തൻ പൂമാതയോട് പകരം പറഞ്ഞു. വെള്ളിയാഴ്ച നട്ടുച്ച നേരത്തോടെ നിന്റെ കൊഞ്ചിക്കളി മാമാതം മാറുന്നുണ്ട് പെണ്ണേ. പുലവന്മാർ മാറി മാറി മാടത്തിന് കാവൽ നിന്നു. അവളോ മാടത്തിനുള്ളിൽ വെറും നിലത്ത് കരഞ്ഞു തളർന്നു കിടന്നു. വെള്ളിയാഴ്ച പുലരും നേരത്ത് പുലവ പെണ്ണുങ്ങൾ പൂമാതയുടെ മാടത്തിൽ വന്നുകൂടി. അവളെ ഒറ്റച്ചെറുമുണ്ടുടുപ്പിച്ചു. കമ്പയത്തോലെ മാടത്തിനിറയത്ത് നിന്ന് ഊരിയെടുത്ത് അവളുടെ കഴുത്തിൽ തൂക്കി. ചാണകക്കലവും കുറ്റിച്ചൂലും പെണ്ണിൻ്റെ ഇരു കയ്യ് കൂട്ടിപ്പിടിപ്പിച്ചു. കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി. മാടത്തിന് തീയിട്ടു. മാടം കത്തി അമരുന്നത് കാണെ പൂമാത അലമുറയിട്ടു. പൂമാതയുടെ കമ്പയക്കഥ പാടി അവളെ കഴുതപ്പുറത്തിരുത്തി തപ്പും തുടിയും കൊട്ടി പുലവന്മാർ ഊരുവലം വെച്ചു. മാടപ്പറമ്പിൽ തിരിച്ചു വന്ന് പൂമാതയെ കഴുതപ്പുറത്ത് നിന്നിറക്കി മാവോട് ചേർത്ത് നിർത്തി ചങ്ങലയിൽ പൂട്ടി. അന്നേരം കടലിങ്കര നാടുവഴി നായന്മാരുടെ അകമ്പടിയോടെ മാടപ്പറമ്പിൽ എഴുന്നള്ളി നിന്നു. ചങ്ങല കെട്ടി നിൽക്കുന്ന പൂമാതയോടെ തമ്പുരാൻ ചോദ്യം ചോദിച്ചു. നീ കുറ്റം ചെയ്തിനോ പെണ്ണേ? ഉടയോനാണേ, ഏനിൻ്റെ മാടത്താണേ, പുഞ്ചക്കണ്ടത്താണേ, മലങ്കാരി ദൈവത്താണേ, തൃക്കോലാണേ, അറിഞ്ഞോണ്ടൊരു മാച്ചിത്തം ഏൻ ചെയ്തിട്ടില്ലേ? ആയിത്തിര പുലവത്തി മുമ്പാക്കം വന്ന് തമ്പുരാനെ തൊഴുതു നിന്നു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? പൂമാതയുടെ അപരാധ ദോഷങ്ങൾ ഒന്നൊന്നായി ആയിത്തിര തമ്പുരാൻ്റെ മുമ്പാകെ ബോധിപ്പിച്ചു. ഏൻ കണ്ണുകൊണ്ട് കണ്ടതാണ് തമ്പ്ര എന്നവൾ സാക്ഷ്യം പറഞ്ഞു. ചങ്ങലക്കെട്ടിൽ നിന്നുകൊണ്ട് പൂമാത ആയിത്തിരയോട് ചോദിച്ചു. നീയും ഒരു പെണ്ണല്ലേ ആയിത്തിരെ? ഇരുമ്പാണോ കല്ലാണോ നിന്റെ നെഞ്ചകത്ത്? ഏനെ ചതിച്ചതിന് എന്തു കിട്ടും നിനക്ക്? ആയിത്തിര പകരം പറഞ്ഞു. മിണ്ടാതെ നിക്കടി മാച്ചിത്തക്കാരി, കൊലങ്കൊരട്ടി. കൊലങ്കൊരട്ടി എന്ന് പറഞ്ഞ കുലത്തിന് അപമാനം വരുത്തിയവൾ. അപരാധം ചെയ്തോളാണ് പൂമാതയെന്ന് പുലവക്കുടിക്കാർക്കും വന്നുകൂടിയ മാലോകർക്കും ബോധ്യപ്പെട്ടു. നാടുവഴി തമ്പുരാൻ്റെ അരുളപ്പാടുണ്ടായി. മുക്കണ്ണൻ പന്തം കൊണ്ട് ഓളുടെ തലയും മുലയും കരിക്കുക. മേലാൽ ഈ തല കൊണ്ടും മുല കൊണ്ടും ഓള് മാച്ചിത്തം കാട്ടിക്കൂടാ. പുലവന്മാർ തപ്പും തുടിയും കൊട്ടി ആറപ്പ് കൂട്ടി പന്തം കെട്ടിയുണ്ടാക്കി. പന്തത്തലപ്പ് നാനാഉരി എഴക്കെണ്ണയിൽ മുക്കി കത്തിച്ച പന്തം കൊണ്ട് പൂമാതയുടെ വളഞ്ഞും കൊടികെട്ടിയ പൂമുടി കരിച്ചു. മുടി കരിഞ്ഞ മണം മാടപ്പറമ്പിൽ പരന്നു. പന്തം മുറിഞ്ഞ് പൊലിയുവോളം ചോര തെറിക്കുന്ന മുല രണ്ടും കരിച്ചു. വെയിലത്ത് പൂമാത പൂവുപോലെ പൂവമ്പഴം ചുട്ട പോലെ അവളുടെ മുലകൾ കത്തിക്കരിഞ്ഞു. പൂമാതയുടെ നിലവിളി കണ്ടു നിന്നവരുടെ കരളലിയിച്ചു. അപരാധം ചെയ്തോളാണെങ്കിലും ശിക്ഷ കടുത്തുപോയല്ലോ എന്ന് പുലവക്കുടിക്കാരും മാലോകരപ്പേരും സങ്കടപ്പെട്ടു. കടലുംകര വാഴും നാടുവഴി കരിങ്കല്ല് കണക്ക് കാഴ്ച കണ്ടുകൊണ്ടു നിന്നു. ചങ്ങലക്കെട്ടഴിച്ചു. പൂമാത മണ്ണിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. തലകൊത്തിയ പാമ്പിനെ പോലെ അവൾ മണ്ണിൽ കിടന്നു പുളഞ്ഞു. തലയും നെഞ്ചുമിട്ടടിച്ചു. തോലടർന്നുപോയ മാറത്തുനിന്ന് കുടുകുടാ ചോരയൊഴുകിപ്പരന്നു. മാടപ്പറമ്പിലെ മണ്ണ് ചുവന്നു. ചോര കൊണ്ട് കുതിർന്ന മണ്ണിൽ പൂമാത ആയാസപ്പെട്ട് കൊടുങ്കൈ കുത്തി എണീറ്റിരുന്നു.
ആയിത്തിരെ കണ്ടു തെളിഞ്ഞോടി കൂത്താടിച്ചി, പേയായി വന്ന് നിന്നോട് ഞാൻ പകരം ചോദിക്കുന്നുണ്ട്. കൂത്താടിച്ചി എന്ന് പറഞ്ഞാൽ കുലടെ എന്നാണ് അർത്ഥം. പൂമാതയുടെ കത്തിക്കരിഞ്ഞ തലയും മുലയും കണ്ട് ആയിത്തിരയ്ക്ക് മനംമാറ്റം വന്നു. അവൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നിലത്തു വീണുരുണ്ടു. ഈ തമ്പ്രാൻ ചൊല്ലിത്തന്നിട്ട് ഏനൊരു പൂളം പറഞ്ഞതാണേ പൂമാതെ, നീ ഒരു മാച്ചിത്തവും കാണിച്ചിട്ടില്ലേ, ഏനൊന്നും കണ്ടിട്ടില്ലേ? ആയിത്തിരയുടെ ഏറ്റുപറച്ചിൽ കേട്ട് പുലവക്കുടിക്കാരപ്പേരും തലയ്ക്ക് തല്ലി നിലവിളി കൂട്ടി. മഹാപാപം ചെയ്തല്ലോ മലങ്കാരി ദൈവങ്ങളെ. ഏലൻ പുലവൻ്റെ കരച്ചിൽ കിഴക്കൻ മലയോളം കേട്ടു. ഏലൻ പൂമാതയെ കോരിയെടുത്ത് മടിയിൽ കിടത്തി. പുലവന്മാർ അവളെ വീരാളിപ്പട്ടുകൊണ്ട് പുതപ്പിച്ചു. അരിശം മൂത്ത് പുലവന്മാർ ആയിത്തിരയെ പിടികൂടി കുത്തിച്ചതച്ചു. തലയ്ക്കടികൊണ്ട പട്ടിയെപ്പോലെ അവൾ നിലത്ത് കിടന്നു മൂങ്ങി. കല്ലുവിളക്ക് കൊളുത്തിവെച്ച് പുലവക്കുടിക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും മലങ്കാരി ദൈവത്തിനെ വിളിച്ചു കരഞ്ഞു. കൽപ്രതിമ പോലെ നിൽക്കുന്ന നാടുവാഴിയെ പൂമാത കത്തും കണ്ണുകളോടെ നോക്കി. കത്തിയെ ഈ തല കൊണ്ടും കരിഞ്ഞ മുല കൊണ്ടും കൂത്താടാൻ പോരുന്നോടാ ചോരക്കണ്ണ. നിന്നെയും അമ്മ പെറ്റതല്ലേ, നീയും അമ്മയുടെ മുല കുടിച്ചതല്ലേ? പകരം പറയാൻ തോന്നാതെ നാടുവാഴി തല കുമ്പിട്ടു നിന്നു. അവൾ ഏലനോടായി പറഞ്ഞു, അപ്പനും അമ്മയും കൈനീട്ടി വിളിക്കുന്നുണ്ട്. മലങ്കാരി ദൈവത്തിനെ ഏനിതാ കണ്ണാലെ കാണുന്നുണ്ട്. പൂമാത ഏലൻ്റെ മടിയിൽ നിന്ന് എണീറ്റ് വെന്ത ഉടലോടെ പാഞ്ഞുപോയി. മാടപ്പറമ്പിനങ്ങേ തലയ്ക്കുള്ള ചതുരക്കിരട്ടിൽ ചാടി. ചതുരക്കിരട്ട് എന്ന് പറഞ്ഞാൽ ചതുരക്കിണർ. പുലവക്കുടിക്കാർ കിരട്ടിൻ്റെ ചുറ്റും നിന്ന് നെഞ്ചത്തടിച്ച് നിലവിളി കൂട്ടി. നാടുവഴി പിന്നീട് മാടപ്പറമ്പിൽ നിന്നില്ല, വേഗത്തിൽ നടന്നു. രക്ഷകരായി നായന്മാരും കൂടെ പോയി. തമ്പുരാൻ കോലോത്ത് പടിയെത്തും മുമ്പേ കോലകത്തിന് തീ പിടിച്ചു. അഗ്നി ആളിപ്പടർന്ന് ആകാശത്തോളം ഉയരുന്ന കാഴ്ച കണ്ട് നാടുവഴി തമ്പുരാൻ പടിക്കൽ തന്നെ നിന്നു. പൂമാത ദൈവമായി. പൂമാതൈ പൊന്നമ്മയെന്ന് വിളികൊണ്ടു. ദുഷ്ടരെ ശിക്ഷിച്ചും ശിഷ്ടരെ രക്ഷിച്ചും അമ്മ തെളിഞ്ഞു വിളയാടി. പൂമാതൈ പൊന്നമ്മ എന്ന ഈ അധ്യായത്തോടുകൂടി പ്രകാശൻ ചുരങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൻ്റെ വായന ഇവിടെ അവസാനിക്കുന്നു. പുസ്തകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലൈം ഇക്ബാൽ. നന്ദി.